നോമ്പിനും കനത്ത ചൂടിനുമിടയിൽ SSLC പരീക്ഷയ്ക്ക് സമാപനം. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതിയത്. വിദ്യാലയങ്ങൾ 29-നാണ് വേനലവധിക്ക് അടക്കുക. സ്കൂളുകളിൽ വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും നടന്നുവരുന്നുണ്ട്. SSLCയുടെ പരീക്ഷാ ചൂടിൽ നിന്നും ആഘോഷത്തിന്റെ മൂഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ബുധനാഴ്ച 11 മണിയോടെയാണ് SSLC പരീക്ഷ അവസാനിച്ചത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. സ്കൂളുകളിൽ ആഘോഷം അതിരുകടക്കാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കളടക്കം പരീക്ഷ അവസാനിക്കുന്നതിനു മുമ്പ് തന്നെ എത്തി. പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ: നല്ല തന്നെ ഈസി എക്സാമിനു എല്ലാം ഇതാ കഴിഞ്ഞ് നല്ല ഈസി ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി പരീക്ഷ ഇത്തിരി ടഫായിട്ട് തോന്നിയിരുന്നു, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. 254 കുട്ടികളാണ് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയത്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നാണ് പ്രധാന അധ്യാപിക ഷീജ മാവിലക്കണ്ടി ഇവരെ യാത്രയാക്കിയത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, നല്ലൊരു ആശങ്കയുണ്ടായിരുന്നു. തുടങ്ങുമ്പോൾ തന്നെ കഠിനമായ ചൂടാണ്, ഇസ്ലാം മതവിശ്വാസികൾക്ക് നോമ്പാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാവിലെ കൃത്യസമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ളതും പരീക്ഷാ സമയത്ത് ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായി പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലുമെല്ലാം നല്ല ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കുട്ടികൾ രാവിലെ എത്താൻ വൈകിപ്പോകുമോ എന്നുള്ള കാര്യത്തിലാണ് നല്ലൊരു പേടിയുണ്ടായിരുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, കുട്ടികളെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. നല്ല രീതിയിൽ എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് കൃത്യമായി വരികയും അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കുട്ടികളുടെ അഭിപ്രായവും. 27-ന് +2 പരീക്ഷയും 29-ന് +1 പരീക്ഷയും അവസാനിക്കും. 29-നാണ് വിദ്യാലയങ്ങൾ അടക്കുക. സ്കൂളുകളിൽ വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളും നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.